ഹായ് മക്കളെ, ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് അതിഗംഭീരമായി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. സൈലത്തിന്റെ ക്ലാസ്സുകൾ റെഗുലർലി നിങ്ങൾ എല്ലാവരും കാണണം മക്കളെ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് പാസ് മാർക്ക് ഉറപ്പിക്കാൻ സഹായിക്കുന്ന 5 ചാപ്റ്റേഴ്സും ആ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങളുമാണ്. സോ ഒട്ടും തന്നെ ഡിലേ ആക്കാതെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് 2 ചോദ്യങ്ങളാണ്. ആ 2 ചോദ്യങ്ങളും ഡയമെൻഷൻ അനാലിസിസിന്റെ അപ്ലിക്കേഷനിൽ നിന്നാണ്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഉപയോഗിച്ച് ഒരു ഇക്വേഷന്റെ ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പിച്ചോ മക്കളെ, 2 മാർക്കിന് ഈ ചോദ്യം നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ കണ്ടിരിക്കും. അടുത്തത് ഇതേ ഡയമെൻഷൻ അനാലിസിസിന്റെ അപ്ലിക്കേഷനിൽ വരുന്ന ഒരു ഇക്വേഷൻ ഡയമെൻഷണൽ അനാലിസിസ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കാറുള്ളത് സെൻട്രിപെറ്റൽ ഫോഴ്സും അതുപോലെ തന്നെ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡും തന്നെയാണ്. സോ ഈ പറയുന്ന 2 കാറ്റഗറിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പിച്ച് നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്തതെന്ന് പറഞ്ഞാൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. സോ അതിൽ നിന്ന് ഒരേ ഒരു കാറ്റഗറിയിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അതായത് നമ്മുടെ കൈനമാറ്റിക് ഇക്വേഷൻസ് ഉണ്ടല്ലോ, v = u + at, s = ut + ½ at², v² = u² + 2ac. ഈ 3 ഇക്വേഷൻസ് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യാൻ എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. 3 മാർക്കാണ് ഈ ചോദ്യത്തിന്റെ വെയിറ്റേജ് വരുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയ മോഷൻ ഇൻ എ പ്ലെയിനിലോട്ട് കിടക്കാം. മോഷൻ ഇൻ എ പ്ലെയിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 മാർക്കിന്റെ ചോദ്യമാണ് പ്രൊജക്ടൈൽ മോഷന്റെ 3 പാരാമീറ്റേഴ്സിൽ ഏതെങ്കിലും ഒന്ന് ഡിറൈവ് ചെയ്യാം. അതിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്. ഈ 3ൽ ഏതെങ്കിലും ഒന്ന് ഡിറൈവ് ചെയ്യാൻ എല്ലാ പരീക്ഷകളിലും ചോദിക്കാറുണ്ട്. അതേ ചാപ്റ്ററിൽ നിന്നുള്ള മറ്റൊരു 2 മാർക്കിന്റെ ചോദ്യമാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത്. അതും 2 മാർക്കിന്റെ ഒരു കുഞ്ഞ് ഡെറിവേഷൻ ആണ്. ഇനി നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലോട്ട് കിടക്കാം. അതേതായിരിക്കും? യെസ്, ലോസ് ഓഫ് മോഷൻ ആണ്. ലോസ് ഓഫ് മോഷനിൽ നമ്മൾ ഓൾറെഡി നമ്മളൊരു വീഡിയോ കണ്ടന്റ് ഇട്ടായിരുന്നു. 5 മാർക്കിന്റെ ഉറപ്പുള്ള ചോദ്യം ബാങ്കിങ് ഓഫ് റോഡ്. സോ ഇത്രയും ചോദ്യങ്ങൾ മാത്രം മക്കളെ പഠിക്കുക. പാസ് മാർക്ക് ഉറപ്പിക്കാൻ ഇവ നിങ്ങളെ സഹായിക്കും. സോ ഇംപ്രൂവ്മെന്റ് എക്സാമിനും നമ്മൾ പാസ് മാർക്ക് ആവശ്യമുള്ള പല മക്കളും ഉണ്ടാവും, ഓൾറെഡി ഫെയിൽ ആയ മക്കളുണ്ടാവും. സോ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണിത്. സോ നമുക്ക് പാസ് മാർക്ക് ആവരുത് നിങ്ങളുടെ ലക്ഷ്യം, മുഴുവൻ മാർക്കും ആവണം ലക്ഷ്യം. സോ ഇനീഷ്യലി ഈ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ഈ 5 ചാപ്റ്റേഴ്സിൽ നിന്ന് ഈ ചോദ്യങ്ങൾ പഠിക്കുക. ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും വരുന്ന വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും മക്കളെ. സോ സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ.